ഇടക്കൊച്ചി കൊച്ചി രൂപതയുടെ ബൈബിൾ കൺവെൻഷൻ വചനസന്ധ്യ 2026 കൃപാഭിഷേക ധ്യാനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊച്ചി രൂപത ബൈബിൾ കൺവെൻഷൻ വചനസന്ധ്യ 2026 കൃപാഭിഷേക ധ്യാനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 1 വരെ ഇടക്കൊച്ചി അക്വിനാസ് കോളേജ് ഗ്രൗണ്ടിലാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത്. അണക്കര മരിയൻ ധ്യാന കേന്ദ്ര ഡയറക്ടർ ഡൊമിനിക് വളമ്പനാൽ അച്ഛനാണ് ഇപ്രാവശ്യവും വചനസന്ധ്യ 2026 നേതൃത്വം നൽകുന്നത്. വളരെ ഐക്യത്തോടും പ്രാർത്ഥനയോടും കൂടെ നടത്തിവരുന്ന ഒരു ബൈബിൾ കൺവെൻഷനാണ് വചനസന്ധ്യ 2026 കൃപാഭിഷേക ധ്യാനം. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഫെബ്രുവരി 25-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കുന്ന ഈ കൃപാഭിഷേക വചനസന്ധ്യ 2026 ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട മെൽറ്റസച്ചനാണ്. അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വോളണ്ടിയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അതിൻ്റെ കൺവീനറായിട്ടുള്ള ബഹുമാനപ്പെട്ട KX ആന്റണിച്ചേട്ടന്റെ നേതൃത്വത്തിലുള്ള വോളണ്ടിയർ കമ്മിറ്റിയാണ്. 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബൈബിൾ കൺവെൻഷൻ കൊച്ചി രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവ് ഫെബ്രുവരി 25-ന് വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ശേഷം 6 മണിയോടെ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡൊമിനിക് വളൻമനാൽ അച്ഛന്റെ വചനപ്രഘോഷണവും വിടുതൽ ശുശ്രൂഷയും സൗഖ്യ ആരാധനയോടും കൂടി രാത്രി 9:30 അവസാനിക്കും. വചനസന്ധ്യ 2026 കൃപാഭിഷേക ദാനത്തിന്റെ ഒരുക്കങ്ങൾക്ക് 12 കമ്മിറ്റികളാണ് നേതൃത്വം നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ ദിവസവും അഭിവന്ദ്യ പിതാക്കന്മാരായിരിക്കും ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഫെബ്രുവരി 25-ന് കൊച്ചി രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവും 26-ന് കൊച്ചി രൂപത റിട്ടയർഡ് മെത്രാൻ അഭിവന്ദ്യ ജോസഫ് കരിയിൽ പിതാവും 27-ാം തീയതി വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ അഭിവന്ദ്യ ആന്റണി വാലിങ്കൽ പിതാവും 28-ന് കൊല്ലം രൂപത റിട്ടയർഡ് മെത്രാൻ അഭിവന്ദ്യ സ്റ്റാൻലി റോമൻ പിതാവും മാർച്ച് 1-ന് ആലപ്പുഴ രൂപത മെത്രാൻ അഭിവന്ദ്യ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ പിതാവും ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ബലിയർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്യും. അത് വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ നടത്തപ്പെട്ടു. ഇപ്രാവശ്യവും വളരെ വിപുലമായ രീതിയിൽ അച്ഛൻ പറഞ്ഞതുപോലെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. 5 ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അഭിവന്യ പിതാക്കന്മാരാണ്. മുൻ വർഷങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ആദ്യ ദിവസം നമ്മളുടെ രൂപത അധ്യക്ഷനായിട്ടുള്ള ആന്റണി കാട്ടിപ്പറമ്പിൽ മെത്രാനായിരിക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുക. അന്നത്തെ ദിവസം ആരാധനാക്രമത്തിന് നേതൃത്വം നൽകുന്നത് രൂപതയിലെ മതബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ആരാധനാക്രമം നടത്തപ്പെടുന്നത്. 4 മണിക്ക് ജപമാല, അതിനുശേഷം വിശുദ്ധ കുർബാന, അതിനുശേഷമായിരിക്കും ഈ വർഷത്തെ ധ്യാനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അഭിവന്ദ്യ പിതാ മുൻവർഷങ്ങളെ പോലെ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ വചനം കേൾക്കുവാനും ഡൊമിനിക് വളൻമനാൽ അച്ഛന്റെ വിടുതൽ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാനും ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനാൽ വിപുലമായ സൗകര്യങ്ങളാണ് അക്വിനാസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. 10,000 പേർക്കുള്ള ഇരിപ്പിട സൗകര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് സാഹചര്യം അനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. കൺവെൻഷൻ ഒരുക്കങ്ങളുടെ ഭാഗമായി അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്ന പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിന്റെ രൂപപ്രയാണ റാലി ഫെബ്രുവരി 9-ന് ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൗസിൽ നിന്നും ആരംഭിച്ച് രൂപതയിലെ 51 ഇടവക പള്ളികൾ ഉൾപ്പെടെ 67 പള്ളികളിൽ പ്രയാണം നടത്തി ഫെബ്രുവരി 14-ന് കുമ്പളങ്ങി പഴങ്ങാട് ഇടവക പള്ളിയിൽ സമാപിച്ചിരുന്നു. എല്ലാ പള്ളികളിലും വമ്പിച്ച സ്വീകരണമാണ് മാതാവിന്റെ പ്രയാണ റാലിക്ക് വിശ്വാസികൾ നൽകിയതെന്നും സംഘാടകർ വ്യക്തമാക്കി. കൺവെൻഷൻ ദിവസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങളിൽ വരുന്നവർക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ ഗ്രൗണ്ടിന്റെ വിവിധ സ്ഥലങ്ങളിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ധ്യാന ദിവസങ്ങളിൽ പോലീസ്, ട്രാഫിക്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ പെരുമ്പളപ്പ് ഫാത്തിമ ആശുപത്രിയുടെ മെഡിക്കൽ സംഘം എല്ലാ സമയത്തും കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കുന്നതാണെന്നും ജനറൽ കോർഡിനേറ്റർ ഫാദർ ആന്റണി തൈവീട്ടിൽ, ജനറൽ സെക്രട്ടറി TX ജോസി തറയപ്പറമ്പിൽ, മീഡിയ പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് പാലിയക്കൽ, പ്രോഗ്രാം കൺവീനർ മെൽറ്റസ് കൊല്ലശ്ശേരി, വളണ്ടിയർ കമ്മിറ്റി കൺവീനർ KS ആന്റണി കടവിപ്പറമ്പിൽ, ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി കൺവീനർ പൈലി ആലുങ്കൽ എന്നിവർ വ്യക്തമാക്കി. 2026 കൃപാഭിഷേകം വചനസന്ധ്യ കൊച്ചി രൂപതയിൽ നടക്കുമ്പോൾ വരുന്ന എല്ലാവർക്കും ഇരുന്ന് വചനം കൂടാനും വളരെ ശ്രദ്ധയോടുകൂടി സ്വസ്ഥതയോടുകൂടി കൂടാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുക. ഗ്രൗണ്ട് മുഴുവനും 14 സെക്ടറായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ സെക്ടറുകളിൽ ഒരു ലീഡറുടെ നേതൃത്വത്തിൽ 200ഓളം വാളണ്ടിയർമാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്തു, ക്ലാസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ എല്ലാ കാര്യങ്ങളിലും അവർ വരുന്ന ആൾക്കാരിലെ സുഖമായിട്ട് കൂടാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി.